കാലം നീ കടൽ നീ കരയും നീ കാറ്റ് കൂട നീ മനതോരം ഒരു കായം ഉനകെന്നാത നാനില്ലേ നാനാക നാനും ഇല്ലേ അവിടെ പോയിട്ട് സാർ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹലോ ഗായ്സ്, ആസിഫ് അമ്മു വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ എത്തി ഗൈസ്. ഇത് കൊടൈക്കനാൽ വ്ളോഗിലെ രണ്ടാമത്തെ വീഡിയോയാണ്. ഒന്നാമത്തെ ഭാഗം കൊടൈക്കനാലിലേക്ക് വരുന്ന വഴികളെ പറ്റിയായിരുന്നു ഗൈസ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം ഗൈസ്. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ലേക്ക് അപ്പർ വ്യൂ പോയിൻ്റ്. ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇമ്രാൻസ് ബിരിയാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഇന്നത്തെ സ്റ്റേ കണ്ടോ കൊടൈക്കനാൽ ലേക്കിലെ സൈഡിലുള്ള കടകളാണ് ഗൈസ് ഇത്. നല്ല രസമാണ് കാണാൻ, വരി വരിയായിട്ട് ഉണ്ടാവും. ഇപ്പൊ എന്താ ഉണ്ടായേ? ഫ്ലാഷ് ബാക്ക്. മുതലെടുക്കണേണോ സജി? പോയിട്ട് മായ എന്താണിത്? പീതാംബര സാറേ ഇവര് പ്രാന്താണ്. നമ്മൾ ഇവിടുന്ന് പിരിയാണ് ഗൈസ്. ഇന്നലെ നമ്മൾ ഇവിടെ ആയിരുന്നു താമസിച്ചത്. നല്ല റൂമാണ്, നല്ല അടിപൊളി റൂമാണ്. കൊടൈ പീക്ക്. നമ്മളിനി ഇവിടെ നിന്ന് ഗുണ കേവ്, പിന്നെ സൂസൈഡ് പോയിന്റ്, പിന്നെ പില്ലർ റോക്ക്, അതൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ കാണാം. രസമാണ് ഇരിക്കാൻ. ഫോഗ് വന്ന് നല്ല സൂപ്പർ. ഇതാണ് പമ്പർ വാട്ടർഫാൾസ്. ഒരു ട്രെയിൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാവാം അത് മുന്നോട്ട് പോകുന്നത്. അതേപോലെ യാത്ര പുറപ്പെട്ട ട്രെയിനിനെ പോലെയാവണം നമ്മുടെ ജീവിതം.
ആരൊക്കെ കയറിയാലും ആരൊക്കെ ഇറങ്ങിയാലും നാം നമ്മുടെ ലക്ഷ്യം കാണുന്നതുവരെ കാത്തിരിക്കണം. മക്കളെ ഗുണ കേവിലേക്ക് സ്വാഗതം. ഈ സ്ഥലത്ത് ഇവനാണ് താരം. കയ്യിൽ എന്ത് കിട്ടിയാലും എടുത്തുകൊണ്ട് ഓടും. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും രാവിലെയോ വൈകിട്ടോ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് സമയം നട്ടുച്ച 2 മണിയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കുരങ്ങൻ ആരുടേതോ അടിച്ചു മാറ്റി. സത്യം പറഞ്ഞ ഇതിനകത്ത് വന്നതും 2 മിനിറ്റ് ഞാൻ നിന്ന നിൽപ്പായിരുന്നു ഗൈസ്. എന്തൊരു ഭംഗിയാണെന്നറിയോ, ചുറ്റിനും കാണാൻ എന്തൊരു ഭംഗിയാണ്. വെറുതെ അല്ല മഞ്ഞുമൽ ടീംസ് താഴെ പോയത്. ഇവിടെ മുകളിൽ തന്നെ ഇത്ര ഭംഗിയാണെങ്കിൽ അവിടെ താഴെ എങ്ങനെ ആയിരിക്കും ഗൈസ്. ചില കുഴികൾ ഇവിടെ മുകളിൽ തന്നെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ പിരിഞ്ഞു ഗൈസ്. ഇവിടെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല ഗൈസ്. അതുകൊണ്ട് പില്ലർ റോക്ക്, സൂസൈഡ് പോയിന്റ് ഒന്നും കവർ ചെയ്യാൻ ഇനി പറ്റൂല, സമയമായി. അവിടെ നിന്ന് നേരെ നമ്മൾ പൂമ്പാറയിലേക്ക് വിട്ടു. പൂമ്പാറ എന്നത് ഒരു അതിമനോഹരമായ ഗ്രാമമാണ് ഗൈസ്. ഇവിടെ എത്താൻ വൈകിയത് കാരണം നമ്മൾ അവിടെ നിന്നൊരു ചെറിയൊരു ക്യാമ്പ് ഫയർ നടത്തി.
ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയറും കഴിഞ്ഞ് നമ്മൾ നേരെ മൂന്നാറിലേക്ക് വിട്ടു. ഈ കാണുന്നതൊക്കെ മൂന്നാറിലെ കാഴ്ചകളാണ് ഗൈസ്. എന്താണ്ടാ ഒന്നില്ലേ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫ്രഷപ്പ് ആവാൻ വേണ്ടി കയറിയതാണ് ഗൈസ് ഒരു റിസോർട്ടിൽ. നല്ല അടിപൊളി റിസോർട്ട്. സ്വിമ്മിങ് പൂളുണ്ട്, നല്ല അടിപൊളി സ്വിമ്മിങ് പൂൾ എന്താ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് അവിടെ കാണുന്ന ഒരു ഫോൾസ്. എൻ്റെ പൊന്നി, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. കൈപിടി NCS Tamil DJ. ജലദോഷത്തിന് പോണേ. ഫോൾസിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നമ്മളൊരു ടെൻറ്റ് ഇട്ട് അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരുന്നു ഫോൾസ് എന്ന്. പക്ഷേ ഇതല്ല. വേണ്ട, ഈ കാണുന്നതാണ് ഫോൾസ്. ഇതൊരു കുന്നുപോലെ ഉള്ള കാരണം അവിടെ നിന്ന് കളിക്കാൻ പറ്റൂല. വേറൊന്നുമല്ല, നനഞ്ഞ പാറയിൽ കാല് വെച്ച അപ്പം തന്നെ താഴെ പോവും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല ഗൈസ്. மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു. Dev.
ഇന്നേക്കൊരു പിടിപൊളി. അങ്ങനെ നമ്മളിപ്പോ നമ്മളെ വീട് എത്തിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.